വെൽക്കം. ഇന്നത്തെ വിഷയം പഴങ്കഞ്ഞി. പഴയ കാലങ്ങളിൽ അമ്മച്ചിമാരുടെയും പാവപ്പെട്ടവൻ്റെ ഭക്ഷണം. ഈ ന്യൂ ജനറേഷനിലെ ഫാഷനും ഡെലിക്കസിയുമായ പഴങ്കഞ്ഞി. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. അകത്ത് കയറിയിരിക്കൂ. തലേന്ന് മിച്ചം വരുന്ന ചോറ് വെള്ളത്തിൽ രാത്രി മുഴുവൻ ഇട്ടാണ് പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നത്. തണുത്ത വെള്ളത്തിൽ ഓവർനൈറ്റിൽ കഞ്ഞി കിടക്കുന്നത് കൊണ്ട് ലാക്ടോബാസിനാസ് എന്ന ബാക്ടീരിയ ധാരാളമായി ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഏകദേശം 3 ട്രില്യൺ ബാക്ടീരിയ ഇതിൽ ഉണ്ടാകുന്നു. ഇതിൻ്റെ പ്രവർത്തന ഫലമായി ശരീരത്തിൽ അയൺ, പൊട്ടാസ്യം, വൈറ്റമിൻ B6, B12 എന്നിവയും ഉയർന്ന അളവിൽ ഉണ്ടാക്കുന്നു. കഞ്ഞിയുടെ കൂടെ കഴിക്കുന്ന തൈര്, ഫിഷ്, വെജിറ്റബിൾ, ഉള്ളി എന്നിവയിൽ നിന്ന് പ്രോബയോട്ടിക്, പ്രോട്ടീൻ എന്നിവ ലഭിക്കുന്നു. മുകളിൽ പറഞ്ഞ ഗുണം കിട്ടാൻ തവിടുള്ള ചോറ് ഉപയോഗിച്ചാലേ 100% ഫലം കിട്ടുകയുള്ളൂ. അസിഡിറ്റി ഉള്ളവർ തൈരിൻ്റെ കൂടെ കാന്താരിമുളക് ഉപയോഗിക്കാതിരിക്കുക. ദഹന പ്രശ്നങ്ങൾക്കും വാതത്തിനും ഊർജത്തിനും പഴങ്കഞ്ഞി വളരെ ഫലപ്രദമാണ്. എന്നാൽ ശരിയായ രീതിയിൽ മാത്രം കഴിച്ചാലേ ഇതിൻ്റെ മുഴുവൻ ഗുണങ്ങളും ലഭിക്കുകയുള്ളൂ. Hope you enjoyed my video. അടിപൊളി. കഞ്ഞിയല്ലേ ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ?